ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി റാഗി കൊണ്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. വളരെ രുചികരമായി കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ 4 മണി പലഹാരം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് 250 ml 1 കപ്പ് തേങ്ങ ചിരവിയതും കല്ലും മണ്ണും ഒന്നുമില്ലാത്ത ശർക്കര പൊടിച്ചെടുത്തത് നമുക്ക് 250 ml അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ, 3 ഏലക്ക, ഒരു നുള്ള് ഉപ്പ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം എന്നിവ ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ബാറ്റർ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ വളരെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒന്ന് ചേർക്കാനുണ്ട്. ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് ടൈറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു ചെറിയ പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ തേങ്ങ കൊത്ത് ചെറിയ പീസുകളാക്കിയ തേങ്ങ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഉണ്ണിയപ്പത്തിൽക്കൊക്കെ ഇടാൻ വേണ്ടി വറുക്കുന്നത് പോലെ നമുക്ക് ഇതിലേക്കും കുറച്ച് വറുത്തെടുക്കാം. കണ്ടോ, ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ പാത്രങ്ങൾ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ പാത്രങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറുണ്ണുന്ന കിണ്ണം എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിൽ നിന്നും 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാൻ. ഇതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പകുതി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുത്തതിൽ നിന്നും കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെയും മുകളിലേക്ക് നമുക്കൊരു 4 എണ്ണം വീതം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു സ്റ്റീമർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ 3 തട്ടും നമുക്ക് അതിലേക്ക് ഇറക്കി കൊടുത്ത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ വേറൊരു ഇഡ്ഡലി പാത്രം വെച്ച് അതിൻ്റെ കുഴികളിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ കുഴികളിലേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വിതറി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 2 തട്ടിലും ചെയ്തെടുക്കാം കേട്ടോ. അരിപ്പൊടി നിങ്ങൾക്ക് ബാറ്റർ കൂട്ടുമ്പോൾ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അതല്ല, ബാറ്റർ കൂട്ടിയതിന് ശേഷം ഞാൻ മിക്സ് ചെയ്ത പോലെ മിക്സ് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. അരിപ്പൊടി ഇടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി ഇടാൻ മറക്കരുത്. ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. തേങ്ങാക്കൊത്ത് വറുത്തതെല്ലാം ഇതിൻ്റെ മുകളിലേക്കിട്ട് നമുക്ക് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് തയ്യാറായി കിട്ടും കേട്ടോ. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലിടാം. 15 മിനിറ്റിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രം നമുക്ക് തുറന്ന് നോക്കാം. നമുക്ക് നമ്മുടെ സ്റ്റീമറും തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചെറിയ കിണ്ണത്തിൽ ഒഴിച്ച് വെച്ച നമ്മുടെ ഈ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു പപ്പടക്കോലോ ഈർക്കിളിയോ എടുത്ത് നമുക്കിത് വെന്തോ എന്നൊന്നും നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തീ ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഒന്ന് കമഴ്ത്തി പിടിച്ച് അടിഭാഗം ഒന്ന് കൊട്ടിക്കൊടുത്താൽ നമുക്കിത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും. വളരെ രുചികരമായ ഒരു പലഹാരമാണിത്. പാകത്തിന് മധുരമൊക്കെയുള്ള ഒരു പലഹാരം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പലഹാരം നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. ഒരുപാട് പോഷക ഗുണമുള്ള ഒന്നാണ് റാഗി. രക്തം വെക്കാനൊക്കെ കുട്ടികൾക്ക് നല്ലതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന്
ഉണ്ടാക്കിയിട്ട് പല പല വെറൈറ്റി റെസിപ്പികൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കൂ റാഗി വെച്ചിട്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ വേവാൻ വെച്ച നമ്മുടെ പലഹാരം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.